ശരി, നമുക്കിത് വേഗം പൊന്നാനിയിലേക്ക് പോകാം. സമസ്ത ലീഗ് തർക്കം പൊന്നാനിയെ ബാധിക്കുമോ എന്നുള്ളതാണ് നമുക്ക് അവിടെ ചോദിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതെ, മുബഷീറാണ് അവിടെ നിന്നുള്ളത്. മുബഷീർ, ഇപ്പം ഈ പറയുന്ന സമസ്തയിലെ ഭിന്നിപ്പ്, ആ ഭിന്നിപ്പ് ഇടതുപക്ഷത്തെ വലിയ പ്രതീക്ഷയിലേക്ക് കൊണ്ടുവരുന്നൊരു ഘടകമാണ്. അപ്പോൾ പൊന്നാനിയിൽ അത്ഭുതങ്ങളൊന്നും സംഭവിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഹംസ പറയുന്നത് അദ്ദേഹത്തിന് വലിയ പിന്തുണ സമസ്തയിൽ നിന്നുണ്ട് എന്നാണ്. സമസ്തയിൽ ഒരു പക്ഷം അങ്ങനെ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഈ പൊന്നാനിയിൽ എന്താണ് സ്ഥിതി? ആ പൊന്നാനിയാണോ അതോ കോഴിക്കോട്, കണ്ണൂർ പോലുള്ള മേഖലകളിലാണോ ഈ പറയുന്ന സമസ്തയുടെ ഒരു ഇഫക്റ്റ് ഉണ്ടാവുക? ഉണ്ണി ബാലകൃഷ്ണൻ, നിശ്ചയമായും പൊന്നാനി ലോക്സഭാ മണ്ഡലം കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള തർക്കങ്ങൾക്ക് കാരണമായ പല സംഭവങ്ങളും നടന്നത്. കാരണം സുപ്രഭാതം ദിനപത്രത്തിൽ LDFന്റെ പരസ്യം പ്രസിദ്ധീകരിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് അനുഭാവിയായ ഒരു പ്രവർത്തകൻ പത്രം കത്തിച്ചിരുന്നത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ തിരൂരങ്ങാടി മേഖലയിൽ വെച്ചാണ്. അതൊരു സംഭവത്തിന് ഉദാഹരണം മാത്രമാണ്. ആ നിലയിൽ സമസ്ത ലീഗ് തർക്കം പരസ്യമായി തന്നെ പുറത്തു വരുന്നതിന് ഉദാഹരണങ്ങളായി നിരവധി സംഭവങ്ങൾ ഈയിടെ ഉണ്ടായി എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലത്തേതായിരുന്നു ഈ ഒരു പൊന്നാനി സമസ്ത കൂട്ടായ്മ എന്ന പേരിൽ ഇടതു സ്ഥാനാർത്ഥിയായ KS ഹംസയ്ക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് വോട്ട് ചെയ്യുമെന്ന് തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പത്രക്കുറിപ്പ് ഇറക്കിയ സാഹചര്യം. നിശ്ചയമായും ഇത് സമസ്തയിലെ ലീഗ് വിരുദ്ധരാണ് ഇതിന് നേതൃത്വം നൽകിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ഭാഗത്തെ LDF വലിയ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന KS ഹംസ എന്ന് പറയുന്ന ഒരു ഫാക്ടറിൽ തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് AP, EK വിഭാഗങ്ങളുമായുള്ള ഒരു പരിചയം, അല്ലെങ്കിൽ അവർക്കിടയിൽ വലിയ സ്വീകാര്യനാണ് KS ഹംസ. നേരത്തെ തിരൂരങ്ങാടിയിൽ KP മജീദിന് ഇത്തരത്തിൽ മുജാഹിദുകാരനായതുകൊണ്ട് EK സമസ്ത വിഭാഗക്കാരുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് തിരൂരങ്ങാടിയിൽ KP മജീദിനെ വിജയിപ്പിച്ചതിന് പിന്നിൽ KS ഹംസയാണെന്നൊരു പ്രചാരണം പറഞ്ഞത് KS ഹംസയെക്കാളും വലിയ സമസ്തക്കാരനാണ് സമദാനി എന്നാണ്. തീർച്ചയായും അബ്ദുസ്സമദ് സമദാനി എന്ന മലയാളികൾക്ക് സുപരിചിതനായ ഒരു വ്യക്തി, അദ്ദേഹത്തെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമെന്നാൽ ഇല്ല എന്ന രീതിയിലായിരുന്നു UDF മണ്ഡലത്തിലൂടെ നീളം പ്രചാരണം നടത്തിയത്. ഷംസുൽ ഉലമയെ പോലെയുള്ള EK സമസ്ത വിഭാഗത്തിന്റെ ഏറ്റവും പ്രമുഖരായ പണ്ഡിതരുമായി അത്രയധികം അടുപ്പമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനും ഈ ഒരു സമുദായ സംഘടനകളുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ട്. സമദാനിയുടെ വ്യക്തിപ്രഭാവത്തിലൂടെ ഈ ഒരു വെല്ലുവിളികളെയൊക്കെ തന്നെ മറികടക്കാൻ സാധിക്കുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ്. വെല്ലുവിളി ഉണ്ടോ? KS ഹംസ ശരിക്കും അവിടെ ഒരു വെല്ലുവിളി ഉയർത്തുന്നുണ്ടോ? അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ താങ്കൾ പറയുന്നു സമദാനിക്ക് ആ വെല്ലുവിളി മറികടക്കാൻ കഴിയുമെന്ന് പറയുന്നു. തീർച്ചയായും ഉണ്ണി ബാലകൃഷ്ണൻ, ആദ്യഘട്ടത്തിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് സമസ്ത എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അവിടെ എത്തിയതോടുകൂടി ഒരു ഈസി വാക്ക് ഓവർ മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന ഒരു വിലയിരുത്തലായിരുന്നു മുസ്ലിം ലീഗിനുണ്ടായിരുന്നത്. എന്നാൽ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കൃത്യമായ പ്രവർത്തനം സമസ്തയിലെ തന്നെ ഒരു വിഭാഗം KS ഹംസയ്ക്ക് വേണ്ടി നടത്തിയിട്ടുണ്ട്. അത് തിരിച്ചടിയാകുമോ എന്നൊരു ആശങ്ക മുസ്ലിം ലീഗ് ക്യാമ്പിനുണ്ട്. എന്നാൽ സമദാനി എന്ന് പറയുന്ന വ്യക്തിയിലൂടെ അത് മറികടക്കാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അവരുള്ളത്. തിരൂരങ്ങാടിയിലും അതുപോലെ തന്നെ കോട്ടക്കലിലും തിരൂരിൽ ഉൾപ്പെടെ വിജയത്തിന്റെ കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എങ്ങനെയാണ് ഫലം? അത് ഈ പറയുന്ന പൊന്നാനി റിസൾട്ട് എന്ന് പറയുന്നത് ദീർഘകാല അടിസ്ഥാനത്തോടെ ഒരു കാര്യമായിരിക്കും കേട്ടോ. കാരണം വെച്ചാൽ കേരളത്തിൽ മുസ്ലിം സമുദായം ഏത് രീതിയിലാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു മാറ്റുരയ്ക്കുന്നൊരു ഒരു സ്ഥലം തന്നെയായിരിക്കും പൊന്നാനി. അവിടെ ഈ സമസ്തയ്ക്ക് എന്തെങ്കിലും ഒരു ഇഫക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ സമസ്തയും ലീഗുമായിട്ടുള്ള ബന്ധത്തെ അത് വളരെ പ്രധാനമായും സ്വാധീനിക്കും. അവർ ഒത്തുപോകുമോ, ഒരുമിച്ച് പോകുമോ, അത് രണ്ടായിട്ട് നീങ്ങുമോ എന്നൊക്കെ ഉള്ളതിൻ്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പല കാര്യങ്ങളും കാണാൻ സാധിക്കും.